DLED ഗുരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ DLED അഡ്മിഷനായി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എന്നതും അതോടൊപ്പം DLED അഡ്മിഷൻ എന്ന് ആരംഭിക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പുറപ്പെടുവിക്കും എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് DLED സംബന്ധമായ എല്ലാ നോട്ടിഫിക്കേഷനുകളും അതോടൊപ്പം എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനലിലൂടെ അറിയുന്നതാണ്. ആദ്യമായി തന്നെ SLC, +2, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, NSS, SPC, NCC എന്നിവയിൽ ഏതെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ അത് തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റും, പിന്നീട് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡിഗ്രി കൂടി ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതോടൊപ്പം ഏതെങ്കിലും വിദ്യാഭ്യാസം, ഡിഗ്രി അല്ലെങ്കിൽ +2ന് ശേഷം ഏതെങ്കിലും വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുടർന്ന് എന്തെങ്കിലും രീതിയിലുള്ള വിദ്യാഭ്യാസം DCA പോലത്തെ കമ്പ്യൂട്ടർ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ആഡ് ചെയ്യാനുള്ള കോളം നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈനിലായിരുന്നു അഡ്മിഷൻ, അതായത് DD ഓഫീസിലായിരുന്നു അഡ്മിഷന് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഈ വർഷം മുതൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അഡ്മിഷന് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അതിനായി നമ്മൾ SLC, +2, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മുതലായവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത കോപ്പി സഹിതമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തതായി DLED അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ക്ലാസ് തുടങ്ങിയത്. അതിനാൽ ഈ വർഷം ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം തന്നെ ക്ലാസ് തുടങ്ങും എന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അതിനാൽ മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ക്ലാസ് ആഗസ്റ്റിൽ തന്നെ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം ക്ലാസ് തുടങ്ങാൻ അധികം ഡിലേ വരില്ല എന്നാണ് ഉപഡയറക്ടറിൻ്റെ ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അതിനാൽ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.